റാഗി വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെയും അതേപോലെ തന്നെ ദോശയുടെയൊക്കെ ഒരു പെർഫെക്റ്റ് ബാറ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ ദോശയും അതുപോലെ തന്നെ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1.5 കപ്പ് റാഗിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഉഴുന്നിന് 1.5 കപ്പ് റാഗിയാണ് കേട്ടോ ആവശ്യം വരിക. അപ്പോൾ ഇത് ഞാൻ 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. പച്ചരിക്ക് പകരം ഇഡ്ലി റൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് 3-4 തവണ കഴുകിയെടുക്കുക. അപ്പോൾ വെള്ളം നല്ല തെളിച്ചം വരുന്നത് വരെ കഴുകണം. റാഗിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. ഏകദേശം ഒരു 5-8 മണിക്കൂർ വെക്കുക. അപ്പോൾ ഞാനിത് ഒരു 5-8 മണിക്കൂർ ഇത് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ വെക്കുവാണെങ്കിൽ വൈകുന്നേരം എടുത്ത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് അവിലൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അവിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ അരക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ വലിയ ജാറായതുകൊണ്ട് നമുക്ക് 2 ബാച്ചിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിലിൻ്റെ പകുതി ഭാഗവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്, നമ്മൾ ഇതിൽ തണുത്ത വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന് പകരം ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സി ചൂടാവുമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഗ്രൈൻഡറിലൊക്കെ ചെയ്യുന്നില്ലേ, അതേ ഒരു പെർഫെക്ഷൻ കിട്ടും നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി. ഇതുവരെ ഇഡ്ഡലി കറക്റ്റായിട്ട് പൊങ്ങിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നവർ നല്ല തണുത്ത വെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ 2 ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് ഞാൻ കൈ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊരു 1.5 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് എയർ കയറുവാണെങ്കിൽ നല്ലപോലെ പൊങ്ങി കിട്ടും. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനങ്ങനെ ഒരുപാട് പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ലതായിരിക്കും കഴിക്കാൻ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു 5-8 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതേ ഞാൻ രാവിലെ എടുത്തതാണ് കേട്ടോ, രാത്രി കരച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ മാവ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് ഇഡ്ലിയുടെ പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ദോശയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റാഗി കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ പച്ചരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ റാഗിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല. അപ്പോൾ നമുക്കിനി ഇഡ്ലിയുടെ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇഡ്ലിൻ്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചെറിയ ഹോളുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, അത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കാരണം റാഗിയിൽ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ ജനറേഷനും കഴിക്കാൻ പറ്റും, അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആവിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ 3 തട്ടിൽ ഇഡ്ഡലി ചെമ്പാണ്. അപ്പോൾ ഞാൻ തട്ട് 3 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിക്കുന്നതൊക്കെ സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ ഒരു 10-15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തൊടുമ്പോൾ ഒട്ടുന്ന മാതിരി ഉണ്ടാവും. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ടൊന്ന് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇത് നോക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളൊന്നും പറയാനില്ല, നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കില്ലേ അതേ ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇനി ദോശയൊന്ന് ചുട്ട് നോക്കാം. ദോശയിൽ ഞാൻ ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മാവിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ദോശക്കല്ലിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സാധാരണ ആ ഒരു ദോശ നല്ല മൊരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ നമുക്കിതിനും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. നല്ല ചൂടോടെ വേണം കഴിക്കാൻ, അടിപൊളിയായിരിക്കും. നമ്മൾ സാധാരണ നെയ് റോസ്റ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്തായാലും ഉണ്ടാക്കി നോക്കുക, ദോശയും ഇഡ്ഡലിയും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അഥവാ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.